ഹലോ, ഇന്ന് നമ്മളിതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവല് കൊണ്ടുള്ള ഒരു സ്നാക്കാണെന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിൽ 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊക്കെ നന്നായി തിളച്ച് ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ. അപ്പോഴേക്കും ഇതിലേക്കുള്ള അവല് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് വല്ലാണ്ട് പൊടിയണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് കണ്ടോ, അതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. നേരത്തെ ഉരുക്കാൻ വെച്ച ശർക്കര എന്തായെന്ന് നോക്കാം. അപ്പോൾ ശർക്കര മുഴുവനും മെൽറ്റായി വന്നിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഏലക്ക പൊടിച്ചതോ അല്ലെങ്കിൽ ചതച്ചതോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 5 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ നന്നായി ഉരുകി വരുമ്പോഴേക്കും നമുക്ക് അണ്ടിപ്പരിപ്പ് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്കുള്ള ശർക്കര ഉരുക്കാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ ലോ ഫ്ലെയിമിലായിട്ടാണ് കേട്ടോ വെക്കേണ്ടത്. വല്ലാതെ കൂട്ടി വെക്കരുത്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല ഇതിൽ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച അവല് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതാണിതാ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതിലുള്ള വെള്ളം ഉണ്ടല്ലോ അത് നല്ല പോലെ ഒന്ന് വറ്റി കിട്ടണം കേട്ടോ. അപ്പോൾ അതിലുള്ള ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം മുന്തിരി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 ടീസ്പൂൺ അളവിൻ്റെ ഒരു കപ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ നിറയെ മുന്തിരി കൂടെ എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ ഇതാ ഇത് കണ്ടോ, വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. കാരണം ഇത് നമുക്ക് നന്നായി ചൂടാറിയതിന് ശേഷം ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ടും ഉരുളകളാക്കിയിട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ടില്ല, ഒരു ഇളം ചൂടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വല്ലാണ്ട് ചൂടാറിയ ചിലപ്പോൾ ഇത് ഡ്രൈ ആയിപ്പോവും, നല്ല ഡ്രൈ ആവും ഇത്. അപ്പോൾ ആ ഡ്രൈ ആവുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കൊരു ഇളം ചൂടിൽ തന്നെ ഉരുട്ടിയെടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു സ്നാക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുമല്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഹെൽത്തി സ്നാക്ക് കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.